നമുക്ക് നമ്മുടെ ഇന്ദ്രേട്ടനെ തിരിച്ചു പിടിക്കണം സോനെ. അതിന് നമ്മൾ ഇന്ദ്രേട്ടന്റെ ഒപ്പം തന്നെ നിൽക്കണം. ഞാൻ എന്തായാലും അമ്മയെ ഉപേക്ഷിക്കേണ്ടി വന്നാലും ഇന്ദ്രേട്ടന്റെ കൂടെ നിൽക്കൂ. രഘു, നീ ഒന്ന് വിട്ടോ, നമുക്ക് പിന്നെ കാണാം. സൂക്ഷിച്ചു പോണം, സ്മോൾ അടിച്ചതാ. ഇന്ദ്ര, സുശീലാൻറ്റി അവിടെ ഇരിപ്പുണ്ട്, ഞാനൊന്ന് കണ്ടിട്ട് പോവാം. അത് വേണോ രഘു? കുഴപ്പമില്ല ഇന്ദ്ര, ഏതായാലും വന്നതല്ല. പിന്നെ മുന്നേ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമസ്കാരം ആൻറ്റി. വിഷുവൊക്കെ ആഘോഷിച്ചില്ലേ? ഓ, എന്താഘോഷം രഘു? ആഘോഷങ്ങളൊക്കെ നിങ്ങൾക്കല്ലേ, പഞ്ചരത്നം കുടുംബക്കാർക്ക്. എന്റെ ഇന്ദ്രേട്ടാ. ഏയ്, വെറുതെ ഇരുന്നതാ. രഘു അമ്മയോട് സംസാരിക്കല്ലേ. അവിടെയും ഇന്ന് ആഘോഷമൊന്നും നടന്നില്ല. ഞാൻ അമ്പിളിയിട്ടൊന്ന് ഉടക്കി കണി കണ്ട ഉടനെ അവിടെ ഇറങ്ങുകയും ചെയ്തു. പിന്നെ അമ്മയെ നഷ്ടപ്പെട്ട ദുഃഖത്തില് ഇന്ദ്രനോടെ സദ്യ ഉണ്ണാൻ നിന്നില്ല. സദ്യ ഉണ്ടില്ലെങ്കിൽ എന്താ, നീ രാവിലെ തന്നെ അവനെ കൊണ്ടുപോയി ശരിക്കും കുടിപ്പിച്ചില്ലേ? എടാ, നിന്റെ ഭാര്യ നിന്നെ ആ കുടുംബത്തിലേക്ക് അടുപ്പിക്കില്ലെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാ. അതിന്റെ ക്ഷീണം മാറ്റാൻ നീ ഇന്ദ്രനെ കൂട്ടുപിടിച്ചിരിക്കുകയാണോ? അമ്മേ, രഘുവിന് എന്നെ കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങള് യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതാ. യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി പോലും. രഘു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വെറുതെ സംസാരിക്കാൻ നിൽക്കണ്ടെന്ന്. രഘുവേട്ടാ, രഘുവേട്ടൻ വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. സത്യ, വേണ്ട സത്യ, ഞാൻ ഇറങ്ങാൻ നിൽക്കുക. അന്ന് പഞ്ചരത്നത്തിൽ വന്ന് നിന്റെ അമ്മ ഇന്ദ്രൻ ഞാൻ പ്രസവിച്ച മകനല്ലെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും വിചാരിച്ചത് അന്ന് ആ ഫംഗ്ഷൻ കൊളവാക്കാൻ വേണ്ടി ഇവരിറക്കിയ ഒരു 5 നമ്പർ മാത്രമായിരിക്കും. പണ്ട് പഞ്ചരത്നത്തിൽ എന്ത് വിശേഷം ഉണ്ടായാലും അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് വന്നിട്ട് ആ ചടങ്ങ് അലങ്കോലമാക്കലായിരുന്നല്ലോ ഇവരുടെ രീതി. പക്ഷെ അന്ന് ക്ഷണിക്കാതെ കയറി വന്ന് നിങ്ങൾ പൊട്ടിച്ച ബോംബെ സ്വന്തം കുടുംബത്തെ തന്നെ തകർക്കാനായിരുന്നല്ലോ ആന്റി. അതേടാ, ചിലതേ പൊട്ടിക്കേണ്ട സമയത്ത് തന്നെ പൊട്ടിക്കണം. എനിക്ക് ആ സത്യം വിളിച്ചു പറയേണ്ടി വന്നെങ്കിലേ ഇന്ദ്രനെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ച അനന്തമോഷം അയാളുടെ മക്കളും കാരണമാ. അതുകൊണ്ട് തന്നെയാണടാ ആ വീട്ടിൽ വെച്ച് തന്നെ ഞാനത് വിളിച്ചു പറഞ്ഞത്. അതിന്റെ പേരിൽ എന്റെ കുടുംബം തകരുന്നെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു. അതെ, നിങ്ങൾക്കെല്ലാം സഹിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിന്റെ സ്ഥാനത്തെ കരിങ്കല്ലാണല്ലോ കരിങ്കല്ല്. പക്ഷേ ഇവനില്ലേ, ഇവൻ അങ്ങനെ അല്ല. ഇവനൊരു പാവ. രഘു, നീ ഒന്ന് നിർത്ത്. ഇതൊക്കെ ഇവിടെ ഒന്ന് പറയാനാണോ നീ എന്നെ വീട്ടിലിറക്കി തരാൻ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത്? എന്റെ ഇന്ദ്ര, ഞാൻ ഇങ്ങനെയൊന്നും പറയണമെന്നല്ല ഇന്ദ്ര വിചാരിച്ചത്. പെറ്റമ്മ അല്ലെങ്കിലും നിന്നെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒന്ന് കാണണമെന്ന് ഇവരോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. പക്ഷെ തുടക്കത്തിൽ തന്നെ ഒരു കല്ലെടുപ്പിച്ചില്ലേ? ഞാൻ കല്ലും കരിങ്കല്ലും ഒക്കെ തന്നെയാടാ. നീ വലിയ സൗമ്യനും മാനിനും ഒക്കെ ആണല്ലോ. അതുകൊണ്ടാണല്ലോ നിന്റെ ഭാര്യ നിന്നെ അവളുടെ വീട്ടിൽ കയറ്റാത്തത്. മതിയമ്മേ,
വീട്ടിൽ വന്ന് കയറി ഒരാളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട കേട്ടോ. ഇവനെ എന്നോട് മുട്ടാൻ വേണ്ടി മനപ്പൂർ ഇവിടെ കള്ളു കുടിച്ച് വന്നിരിക്കുക. അത് നിന്റെ ഏട്ടന്റെ ഒത്താശയോടെ. എടാ, നീ എന്റെ മകനല്ലെന്ന് ഞാൻ നിന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്. അതുപോലെ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ വല്ല തെമ്മാടി കൊണ്ട് പറയിപ്പിക്കല്ലേ വേണ്ടത്. അമ്മ നിർത്തുന്നുണ്ടോ? രഘുവേട്ടന് തെമ്മാരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അമ്മ ആരാ?